ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ആവാമെന്ന് വിചാരിച്ചു. സോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഉലുവക്കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ 1 ടേബിൾ സ്പൂൺ, ചെറുപയർ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിപ്പയർ എന്ന് പറയില്ലേ, അതൊരു ടേബിൾ സ്പൂൺ, പിന്നെ ചെറിയ പരിപ്പുണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ. ഇത് 3 ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് സൂചിഗോതമ്പാണ്. സൂചിഗോതമ്പില്ല, അതിന് പകരം നവരയരിയോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ സൂചിഗോതമ്പാണ് എടുക്കാറുള്ളത്. അതൊരു 1/2 കപ്പ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കാണിച്ചിട്ടില്ല. നല്ല കട്ടി തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ. 1.5 കട്ടയാണ് എടുക്കുന്നത്. അരമണിക്കൂറാണ് ഞാനിത് കുതിരാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. നന്നായി കുതിർന്ന് തന്നെ കിട്ടും. നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ഈ കഞ്ഞിയിൽ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതെടുത്ത് ഞാൻ കുക്കറിലിടുകയാണ്. കുക്കറിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കഞ്ഞിയിൽ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കടകളിൽ നിന്ന് മരുന്ന് കിട്ടും, മരുന്ന് കൂട്ട്, അത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ വിസിൽ വരുന്ന സമയം കൊണ്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എടുത്തു വെച്ചിട്ടുള്ള ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് ചൂടാക്കി ഉരുക്കി നല്ലൊരു പാനിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉലുവക്കഞ്ഞിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുല കൂട്ടുന്ന അമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒന്നാണ് കേട്ടോ. നമ്മൾ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് ഉലുവ ചാറും ഉണ്ടയാക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട്, വെറുകിയിട്ടൊക്കെ. അപ്പം അതിൽ ആ സമയത്ത് ഇത്തവണ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്തത്. ഉലുവയും സൂചിഗോതമ്പും പരിപ്പും പയറും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുകയാണ്. ശർക്കരപ്പാനി ചേർത്ത് നന്നായി തിളപ്പിക്കുക. കുറുകുന്നത് വരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് നല്ല കുറുകിയ കഞ്ഞിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത്. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മൾ വയ്ക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 6 മാസം നമുക്ക് അംഗൻവാടിയിൽ നിന്ന് സൂചിഗോതമ്പും ശർക്കര എണ്ണയൊക്കെ കിട്ടാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിൽക്ക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ സൂചിഗോതമ്പ്. അതുപോലെ തന്നെ ഉലുവ എല്ലാം പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് മാത്രമല്ല, നമുക്ക് പാല് കുറയുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം. വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. എന്താ പറയുക, കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കഞ്ഞി. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി, നല്ല സ്വാദേറിയ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഉലുവയുടെ കയ്പൊന്നുമില്ലാതെ നല്ല മധുരമുള്ള ഉലുവക്കഞ്ഞിയാണ് കേട്ടോ. ഇഷ്ടമായിച്ചാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ഉലുവക്കഞ്ഞി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കർക്കിടകത്തിൽ മാത്രമല്ല, നമ്മൾ മുല കൂട്ടുന്ന അമ്മമാർക്ക് എപ്പോഴായാലും പാല് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി കഴിക്കുക കേട്ടോ.